കുറേ നാൾ മുമ്പ് നമ്മൾ ഏലകൃഷി ചെയ്യാനായിട്ട് ലീസിനെടുത്തിരുന്ന നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള പുഴയുടെ തീരത്തുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അത്തിയാണിത്. അത്തി അടിയിന്ന് തൊട്ട് നിറച്ച് നിലം മുട്ടി ഇങ്ങനെ പഴുത്ത് കിടക്കുന്നുണ്ടാവും. കുറേ മൃഗങ്ങൾ, കുരങ്ങുകളെല്ലാം വന്ന് തിന്നും. പിന്നെ അതിൻ്റെ നിലത്തെല്ലാം ധാരാളം വീണ് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ലതായിട്ട് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അതിൻ്റെ അകത്തൊരു തേനിൻ്റെ സാന്നിധ്യം പോലെ തോന്നും നമുക്ക്. അതാണ് ഈ അത്തിപ്പഴം. പക്ഷേ ഇത് ഒത്തിരി നന്നായിട്ട് പഴുക്കുന്നതിന് മുമ്പ് നമ്മൾ പറിച്ചിട്ട് ഉണക്കിയെടുത്ത് വയ്ക്കുന്നത് നല്ല വില ലഭിക്കുന്ന സാധനമാണ്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ മരം കഴിഞ്ഞ മഴയത്ത് എത്ര ഭംഗിയായിട്ട് നന്നായിട്ട് കാച്ചിരുന്ന മരമായിരുന്നു എന്നറിയാമോ. പക്ഷേ കഴിഞ്ഞ മഴക്കാലത്ത് അതിൻ്റെ അടിവശത്തു നിന്നുള്ള കല്ലുകൾ നിരന്ന് കിടക്കുന്ന സ്ഥലത്ത് അത് നിൽക്കുന്നത്. അടിയിൽ നിന്ന് വെള്ളക്കെട്ട് വന്ന് അത് മരം വീണുപോയി. ഇപ്പോൾ അത് ഉണങ്ങി അവിടെ ഒരു പൊടി പോലും ഇല്ലാതെയായിപ്പോയി. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്, ഒരു തേൻ പോലത്തെ. പിന്നെ ഒത്തിരി പഴുത്ത സാധനമാണ് തിന്നാൻ കൊള്ളത്തുള്ളൂ. അതേസമയം ഉണക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഴുക്കാത്ത സാധനമാണ് ഉണക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ പച്ചാത്തിക്ക പറിച്ചിട്ട് നമ്മൾക്ക് കറി പച്ച തേങ്ങയൊക്കെ അരച്ചിട്ട് കറി വയ്ക്കാനും പറ്റും. അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. ഇത് പഴയൊരു വീഡിയോ ആണ്, നഷ്ടപ്പെട്ടു പോയി.